ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 2025 ഡിഗ്രി അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങിയ സമയം മുതൽ ഇപ്പോഴിതാ അഡ്മിഷൻ നടക്കാൻ പോകുന്ന അലോട്ട്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം വരെയും നിങ്ങൾക്കറിയേണ്ട എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചൊരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള എല്ലാവിധ അപ്ഡേറ്റ്സിനും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ നിങ്ങൾ പ്രവേശനത്തിനായി പോകുമ്പോൾ എത്രത്തോളം രൂപ നിങ്ങൾക്ക് അക്കാദമിക് ഫീസായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും ചിലവാകുന്നു എന്നൊരു ക്ലാരിഫിക്കേഷൻ, ഒരു ധാരണയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആദ്യം ജനറൽ SC BC കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം നോക്കാം. അതിൽ തന്നെ കേരള സിലബസായ HSC BHSC CBSE ISCയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു ഫീസും, അതർ സ്റ്റേറ്റ്സിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പഠിച്ചതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഓപ്പൺ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ ആദ്യം മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഫീസ് കാണിക്കുന്നുണ്ട്, 50 രൂപയാണ്. സ്പോട്ട് അഫിലിയേഷൻസ് ഫീസ് 500 രൂപ. യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ 300 രൂപ. സ്റ്റുഡൻസ് എയ്ഡ് ഫണ്ട് ഫ്രീ 150 രൂപ. വുമൻസ് സ്റ്റഡി യൂണിറ്റ് ഫീ 60 രൂപ. സ്റ്റുഡൻറ്റ് അഫിലിയേഷൻ ഫീ 350 രൂപ. സ്റ്റുഡൻറ്റ് കെയർ ഫണ്ട് 400 രൂപ. ഇത്രയും ഫീസും നിങ്ങൾ വൺ ടൈം പേയ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് 4 വർഷത്തേക്കും കൂടിയുള്ള ഫീസായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്ന. ഓരോ വർഷവും നിങ്ങൾ ഈ ഫീസ് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്നത് ഫീ ഫോർ മെട്രിക്കുലേഷൻ വരുന്നുണ്ട്, ഫീ ഫോർ റെക്കഗ്നീഷൻ വരുന്നുണ്ട്. ഇത് നിങ്ങൾ പാസ് ഔട്ടായി കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എത്താനുള്ള ആ ഒരു ഫീസാണ്. അത് വരുന്നത് 115 രൂപയും 350 രൂപയാണ്. മെട്രിക്കുലേഷൻ ഫീ 115, റെക്കഗ്നീഷൻ ഫീ 350 രൂപയും വരുന്നുണ്ട്. ഇനി ഫീ ഫോർ എലിജിബിലിറ്റി ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 525 രൂപ വരുന്നുണ്ട്. എന്നാൽ അതർ സ്റ്റേറ്റിലോ ഓപ്പൺ സ്കൂളിലോ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി ഫീ ഇവിടെ വരുന്നില്ല. അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ നമ്മുടെ ജനറൽ SC BC കാൻഡിഡേറ്റ്സിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക്സ് ഫീ മാത്രമായിട്ട് യൂണിവേഴ്സിറ്റി കണക്കാക്കുന്നത് 2800 രൂപയാണ്. അത് കേരള സിലബസിൽ HSC BHSC CBSE ISC തുടങ്ങിയ സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 2800 രൂപയും ഓപ്പൺ സ്കൂളിലോ അതർ സ്റ്റേറ്റിൽ നിന്നോ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് 2275 രൂപയുമാണ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ആകുന്ന ഫീസ് മാത്രമാണ്. ഇതിന് പുറമെ ഓരോ കോളേജിനും കോളേജ് അടിസ്ഥാനത്തിൽ PTA ഫണ്ടും ബാക്കി ഫെസ്റ്റിവൽ ഫീസും കാര്യങ്ങളും എല്ലാം വാങ്ങുവാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി ഫീ ആയിട്ട് എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ജനറൽ വിഭാഗക്കാർക്കും SC BC കാൻഡിഡേറ്റ്സിനും ആകുന്നതാണ്. ഇനി SC STയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഫീ, സ്പോർട്സ് അഫിലിയേഷൻ ഫീ, യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ, സ്റ്റുഡൻസ് എയ്ഡ് ഫണ്ട് ഫീ, വുമൺ സ്റ്റഡി യൂണിറ്റ് ഫീ, സ്റ്റുഡൻസ് അഫിലിയേഷൻ ഫീ തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച സെയിം റേറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫീ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ആകുന്നില്ല. കാരണം ഇത് കോളേജിലെ SC ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ക്ലെയിം ചെയ്തതിന് ശേഷം കോളേജുകാർ തന്നെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡ് ചെയ്തോളും. അതായത് ഗ്രാൻസ് പോലുള്ള കാര്യങ്ങളിൽ നിന്നും അവർ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അത് കളക്ട് ചെയ്തോളും. വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ആ ഒരു ഫീസ് ഈടാക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ആകുന്നത് സ്റ്റുഡൻറ്റ് കെയർ ഫണ്ട് ഫീ ആണ്, അത് 400 രൂപ വരുന്നുണ്ട്. പിന്നെ ഫീ ഫോർ മെട്രിക്കുലേഷൻ 115 രൂപ വരുന്നുണ്ട്. ഫീ ഫോർ റെക്കഗ്നേഷൻ 350 രൂപ വരുന്നുണ്ട്. ഫീ ഫോർ എലിജിബിലിറ്റി 525 രൂപ വരുന്നുണ്ട്. അത് ഓപ്പൺ സ്കൂളിലോ വേറെയുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്കും വരുന്നില്ല. അങ്ങനെ SC ST വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ 1390 രൂപയാണ് ഈ ഒരു അക്കാദമിക്സ് ഫീ ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഈടാക്കുന്നത്. അത് ഓപ്പൺ സ്കൂളിൽ പഠിച്ച SC ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 865 രൂപയും. നിങ്ങൾക്കും ഇതിന് പുറമെ ഏതെങ്കിലും തരത്തിലുള്ള PTA ഫണ്ടോ ബാക്കി കാര്യങ്ങളോ നിങ്ങൾ പ്രവേശിക്കുന്ന കോളേജിൻ്റെ ഇഷ്ടാനുസരണം വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫീ നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ കോളേജ് അഡ്മിഷൻ പ്രോസസ്സിന് പോകുന്ന സമയത്ത് കൊടുക്കേണ്ട ഒരു ഫീസ് തന്നെയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഫീസിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. ബൈ.